ദൈവനിഷേധത്തിനെതിരെയുള്ള ശക്തമായ ക്യാമ്പയിൻ വിശുദ്ധ ഖുർആൻ തന്നെ പ്രവാചക കാലഘട്ടങ്ങളിൽ തന്നെ യഥാർത്ഥത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. അം ഖുലിഖൂ മിൻ ഗൈരി ശൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ. അവർ സ്വയം സൃഷ്ടിക്കപ്പെട്ടതാണോ അല്ല അവർക്കൊരു സൃഷ്ടാവുണ്ടോ എന്ന ചോദ്യത്തിലൂടെ ദൈവത്തെ നിഷേധിക്കുന്നവരോടുള്ള ശക്തമായ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിന്റെ പ്രബോധനത്തിലെ ഒരു ന്യൂനപക്ഷത്തെ അഡ്രസ് ചെയ്തുകൊണ്ട് ഖുർആൻ ആരംഭിച്ചിട്ടുള്ളത്. സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖി വഫി അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. നിശ്ചയം സത്യങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ദിഗന്ധങ്ങളിൽ ചക്രവാളങ്ങളിൽ അതിന്റെ രേഖകൾ കാണിച്ചുകൊണ്ട് അത് നാം സ്ഥാപിക്കുക തന്നെ ചെയ്യും എന്നും ഖുർആൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. യുക്തിവാദികളുമായുള്ള യുദ്ധം യഥാർത്ഥത്തിൽ മുസ്ലിം സമൂഹത്തിന്റെ മാത്രം പ്രശ്നമായി അവശേഷിക്കുന്ന ഒന്നല്ല. ഈ സെഷന്റെ തുടർച്ചകളിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ഞങ്ങൾ ഈ സദസ്സിന്റെ മുന്നിൽ അഭിമാനത്തോടെ പറയും, ചങ്കൂറ്റത്തോടെ പറയും, മുസ്ലിം ജനസമൂഹങ്ങൾക്ക് വേണ്ടി പറയും, ഇവിടുത്തെ സമാധാനം ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി പറയും, ഇവിടുത്തെ സെക്യുലർ സൊസൈറ്റിക്ക് വേണ്ടി പറയും. വിസ്ഡം ഡയലോഗ് 1 മുതൽ 9 വരെ പരിശോധിച്ചാൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിന് പോയിട്ട് ഏതെങ്കിലും ഒരു വിഷയത്തിന് പോലും പൂർണ്ണമായി മറുപടി പറയാൻ യുക്തിവാദികൾക്ക് കഴിഞ്ഞിട്ടില്ല. ഉത്തരവാദിത്തപൂർവം ഈ ഡയലോഗ് 10ാമത്തെ എഡിഷനിലേക്ക് എത്തുമ്പോൾ വളരെ ഉത്തരവാദിത്തപൂർവം ആ ചോദ്യം ഞാൻ ഉന്നയിക്കുന്നു. കഴിഞ്ഞ 10 ഡയലോഗുകളിൽ ഒരു ഡയലോഗിന് പോലും പ്രതികരണം അറിയിക്കാൻ എല്ലാ രാത്രികളിലും 2, 3 മണിക്കൂർ 3, 4, 5, 10 ആളുകൾ ഇരുന്ന് യൂട്യൂബ് വ്യവസായം നടത്തുമ്പോൾ ഒരൊറ്റ തവണ പോലും ഒരു വീഡിയോ പോലും പ്ലേ ചെയ്തിട്ട് മറുപടി പറയാൻ യഥാർത്ഥത്തിൽ ഇവർക്ക് സാധിക്കാത്ത വിധം മനോഹരമായി ഈ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ ഈ ദിവസം വരെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്.